ഇറ്റാലിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് സമർപ്പിക്കണം. അവർ നിങ്ങളുടെ പഠനം പരിശോധിച്ച് ഇറ്റലിയിലെ നഴ്സിംഗ് പഠനവുമായി താരതമ്യം ചെയ്യും. അടുത്തതായി അഡാപ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ എക്സാം. ചിലപ്പോൾ നിങ്ങളുടെ പഠനം പരിശോധിച്ചതിന് ശേഷം ഇറ്റലി സർക്കാർ പറയാം ഒരു അഡാപ്റ്റേഷൻ ട്രെയിനിങ് പീരീഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എക്സാം എഴുതണം. അഡാപ്റ്റേഷൻ പീരീഡ് എന്നത് ഒരു ആശുപത്രിയിൽ കുറച്ച് മാസങ്ങൾ ട്രെയിനിങ് ആയി ജോലി ചെയ്യുന്നതാണ്. ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്തതായി നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. അടുത്തതായി നിങ്ങൾ ഇറ്റാലിയൻ നഴ്സിംഗ് കൗൺസിൽ OPI ഓർഡിന delle Professioni Infermieristiche രജിസ്റ്റർ ചെയ്യാം. ഇത് നഴ്സുമാർക്ക് വേണ്ടിയുള്ള ഔദ്യോഗിക രജിസ്ട്രേഷനാണ്. OPIയിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇറ്റലിയിൽ നിയമപരമായി നഴ്സായി ജോലി ചെയ്യാം. അടുത്തതായി ജോബ് സെർച്ച്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശുപത്രികളിൽ ജോലി അന്വേഷിക്കാം. ഇറ്റലിയിൽ ജോലി ലഭിക്കാവുന്ന സ്ഥലങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ക്ലിനിക്സ്, എൽഡർലി കെയർ ഹോംസ്. നമ്മളുടെ എക്സ്പീരിയൻസ് കൂടുന്തോറും ശമ്പളവും കൂടും. സാലറി ഇൻ ഇറ്റലി. ഇറ്റലിയിൽ ഒരു നഴ്സിൻ്റെ ശരാശരി ശമ്പളം സാധാരണയായി 1500 മുതൽ 2200 യൂറോ പെർ മന്ത് ആയിരിക്കും. എക്സ്പീരിയൻസ് കൂടുന്തോറും ശമ്പളം കൂടുതൽ ലഭിക്കും. ഇന്ത്യയിൽ നഴ്സിംഗ് പഠിച്ചവർക്ക് ഇറ്റലിയിൽ നഴ്സ് ആകാൻ സാധിക്കും. പക്ഷേ അതിന് ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കുകയും ഡിഗ്രി റെക്കഗ്നിഷൻ നേടുകയും കൗൺസിൽ രജിസ്ട്രേഷൻ ചെയ്യുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറ്റലിയിൽ ജോലി, സ്റ്റഡി ലൈഫ് എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചാവോ ചാവോ.